ആശാവർക്കർമാരുടെ സമരം വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സബ്മിഷനായി ഇന്ന് വിഷയം സഭയിൽ ഉന്നയിക്കും. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി പറയും. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ആശാവർക്കർമാർ സമരം ആരംഭിച്ചിടം മുതൽ പ്രതിപക്ഷം അവർക്കൊപ്പം ഉണ്ട്. അവരുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുത്ത് പുറത്തേക്ക് പറയുന്നുണ്ട്. പ്രതിപക്ഷം സഭയിൽ നേരത്തെ അടിയന്തര പ്രമേയം വന്നിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ സബ്മിഷനായ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്? കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയ ആരോഗ്യമന്ത്രി വീണ ജോർജ് കാണാൻ കഴിയാതെ തിരിച്ചു മടങ്ങി വരുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. എന്തൊക്കെയായിരിക്കും ഇന്ന് ഈ ആശാ വിഷയത്തിൽ സഭയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ? ലക്ഷ്മി, നിയമസഭയിൽ ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ നടപടിയാണ് നടക്കുന്നത്. ഇതിനുശേഷം ആദ്യ സബ്മിഷനായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കുന്നത്. നേരത്തെ ഇത് അടിയന്തര പ്രമേയം റൂൾ 50 പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിലും അത് ചർച്ചയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല. മാത്രമല്ല, ഇന്നലെ അംഗനവാടി ജീവനക്കാരുടെ സമരം അത് ഇന്നലെ സഭയിൽ ഉന്നയിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അംഗനവാടിക്കൊപ്പം ആശാമാരുടെ വിഷയം കൂടിയായിരുന്നു. അങ്ങനെ തുടർച്ചയായി നിയമസഭയിൽ ആശാമാരുടെ സമരം പ്രതിപക്ഷം കൊണ്ടുവരുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ സബ്മിഷനായി വിഷയം നിയമസഭയിൽ കൊണ്ടുവരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സബ്മിഷന് മറുപടി പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആദ്യ സബ്മിഷനായിട്ടാണ് ഈ വിഷയം സഭയിൽ കൊണ്ടുവരിക. ഇന്ന് ആശാമാരുടെ സമരം 40 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ പ്രതിപക്ഷം നിരന്തരമായി ഈ വിഷയം സഭയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഇന്ന് സബ്മിഷനായി വിഷയം കൊണ്ടുവരുന്നത്. ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ബിജെപിക്കൊപ്പം സമരം ചെയ്യുകയല്ല ആശാമാരുടെ വിഷയത്തിൽ UDF ചെയ്യുന്നത്. അവരുടെ സമരം നീതിയുക്തമാണ്, ന്യായമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും ജനാധിപത്യപരമായ എല്ലാ പിന്തുണയും നൽകലാണ് UDF ഐക്യജനാധിപത്യ മുന്നണി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇന്നലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ വ്യക്തമാക്കിയതാണ്. ഏതായാലും അല്പസമയത്തിനകം വിഷയം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സബ്മിഷനായി കൊണ്ടുവരുന്നുണ്ട്. ലക്ഷ്മി. അനു, ഈ ആശമാരുടെ വിഷയം സഭയിൽ ഉയർത്തിയപ്പോഴൊക്കെ തന്നെ വലിയ വാദപ്രതിവാദങ്ങൾക്ക് അത് ഇടകൊടുത്തിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും സവിശേഷമായ സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ ആദ്യം ശ്രമിക്കുന്നു. ചർച്ച പരാജയപ്പെടുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു. അത് കാണാൻ കഴിയുന്നില്ല. ആശമാർ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. അതിന്ന് 2ാം ദിവസത്തിലാണ്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ ചൂടേറിയ ചർച്ചകൾക്കുള്ള വകുപ്പുണ്ടാക്കും എന്ന് കരുതാമല്ലേ? സബ്മിഷൻ ചർച്ചയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആദ്യം ഈ സബ്മിഷൻ ഉന്നയിക്കുക, അതിന് മന്ത്രി മറുപടി പറയുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിന്റെ അതോടുകൂടി അടുത്ത വിഷയത്തിലേക്ക് പോകുക. ഇതാണ് സഭാ ചട്ടം. പക്ഷേ ഇന്ന് ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല എങ്കിൽ ഒരു പക്ഷേ പ്രതിപക്ഷം കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക്, ഒരു പക്ഷേ സഭയിൽ നിന്ന് വലിയ ബഹളത്തിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് UDFന്റെ നേതാക്കൾ തന്നെ പറയുന്നത്. ഈ വിഷയം വളരെ സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ട്. ഇവിടെ സാധാരണ സബ്മിഷനിൽ ചോദ്യം ചോദിക്കുക, ബന്ധപ്പെട്ട മന്ത്രി മറുപടി പറയുക, അതിനുശേഷം മറ്റ് ചോദ്യത്തിലേക്ക് പോകലാണ് ഉണ്ടാവുക. ഇവിടെ ഇന്ന് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിയമസഭയിൽ ഏതായിരുന്നാലും ഈ വിഷയം തുടർച്ചയായി പ്രതിപക്ഷം. മറ്റൊരു കാര്യം കൂടി കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് എത്തിയാൽ കാണാൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിലും ഒരു വ്യക്തത തേടുമായിരിക്കും അല്ലേ പ്രതിപക്ഷം? മുഖ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമോ എന്ന കാര്യത്തിൽ? തീർച്ചയായും ഇക്കാര്യത്തിൽ CPIMന്റെയും LDFന്റെയും നിലപാട് വളരെ കൃത്യമായിട്ട് അവർ നേരത്തെ തന്നെ പറയുന്നുണ്ട്. കാരണം ഈ സമരത്തിന് പിന്നിൽ SUCI ആണ്. ഇത് സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് കേന്ദ്രത്തിനെ കുറ്റം പറയാതെ സംസ്ഥാന സർക്കാരിലേക്ക് മാത്രം ആക്രമണം ലക്ഷ്യം വെക്കുന്ന SUCIയുടെ സമരമാണ് എന്നുള്ള കാര്യം CPI നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ആശമാർ ഉന്നയിക്കുന്ന ആവശ്യം, വേതന വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അത് അനുകൂല നിലപാടാണെന്ന് പറയുന്നു. പക്ഷേ ഇളമരം
പോലെയുള്ള നേതാക്കളൊക്കെ വളരെ മോശം ഭാഷയിൽ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇവരെ തൊഴിലാളികളായി പരിഗണിക്കുക, ഇവരുടെ ഓണറേറിയം കൂട്ടുക, ഇൻസെന്റീവ് കൂട്ടുക, ഈ വിഷയമൊക്കെ കേന്ദ്ര പരിഗണനയിലുള്ള വിഷയങ്ങളാണ് എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ LDFന്റെ CPMന്റെ നിലപാട്. ആ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി മറുപടിയിൽ പിന്നോക്കം പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ സമരം എങ്ങനെ അവസാനിപ്പിക്കാം, പ്രത്യേകിച്ച് നിരാഹാര സമരം കൂടെ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഇതെങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള നീക്കങ്ങളിലേക്ക് ഇപ്പോൾ നമുക്കറിയാം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ചർച്ച നടത്താനോ ഈ വിഷയം പരിഹരിക്കാനോ ഇടപെട്ടിട്ടില്ല. ശരി, അനു ആണ് ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.